ഗൈസ്, ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂർ കുരിച്ചിറയിലുള്ള TVSന്റെ ഷോറൂമാണ്. നമ്മുടെ BS6 എഡിഷൻ അപ്പാച്ചെ RR310 ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി. എന്തായാലും ഈ ഒരു വണ്ടി വ്യാഴാഴ്ച വെള്ളിയാഴ്ചയായിട്ട് എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരുപാട് പുതിയ ഫീച്ചേഴ്സോട് കൂടിയിട്ട്, ഒരുപാട് പുതിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് നമ്മുടെ BS6 എഡിഷൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ BS6 എഡിഷൻ RR310 എന്ന് പറയുന്നത്. ഇനി മുതൽ നമുക്ക് 3 കളർ വേരിയൻറ്റുകളിലായിട്ടായിരിക്കും RR310 മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ BS4 എഡിഷൻ മുതലുണ്ടാകുന്ന റെഡ് കളർ, പിന്നെ ഗ്ലോസി ബ്ലാക്കും ഉണ്ട്, പിന്നെ ഗ്രേയും ബ്ലാക്കും അതേപോലെ തന്നെ റെഡും മിക്സ് ആയിട്ടുള്ള വേറൊരു കളർ വേരിയൻറ്റും കൂടെ ഇപ്പോൾ BS6 എഡിഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ഒരു കളർ വേരിയൻറ്റ് നിങ്ങളെ കാണിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇവിടെ സ്റ്റോക്കും കാര്യങ്ങളൊന്നുമില്ല. ഇനി വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ എൻജി സൈഡ് എടുത്ത് നോക്കുന്ന സമയത്ത് BS6 ആക്കിയതല്ലാണ്ട് എൻജി സൈഡിൽ വേറെ മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് വന്നിട്ടൊന്നുമില്ല. 312cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ തന്നെയാണ് ഈ ഒരു മോഡലിലും വന്നിട്ടുള്ളത്. BS6 എഡിഷനിൽ നമുക്ക് 4 റൈഡിംഗ് മോഡുകൾ വന്നിട്ടുണ്ട്. ഉർബൻ, റെയിൻ, അതേപോലെ തന്നെ ട്രാക്ക്, സ്പോർട്ട്. ഇപ്പോൾ ഈ ട്രാക്ക്, സ്പോർട്ട് മോഡുകളിൽ വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് 34 bhp ആയിരിക്കും. അതേപോലെ തന്നെ 27.3 Nm ടോർക്കും എഞ്ചിനിൽ ഉൽപ്പാദിപ്പിക്കും. ഇനി ഉർബൻ, റെയിൻ മോഡുകളിൽ വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് 25.3 bhp ആയിരിക്കും. അതേപോലെ തന്നെ 25 Nm ടോർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്ര മാറ്റങ്ങളാണ് ശരിക്കും എൻജിൻ സൈഡിൽ വന്നിട്ടുള്ളത്. ഇനി ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് BS4 എഡിഷനിൽ ഉണ്ടായിരുന്ന പോലത്തെ തന്നെ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള LED ഹെഡ് ലാംപ്സ് തന്നെയാണ് BS6 എഡിഷനിൽ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ അടുത്ത് പിടിച്ച് നിൽക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള വേറൊരു ഹെഡ്ലൈറ്റുള്ള ബൈക്ക് തന്നെ ഇല്ലാന്ന്. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ലുക്കും ഒരു രക്ഷയില്ല കേട്ടോ. പക്ക ഡിസൈനിങ് ആണ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് TVS RR310 കൊണ്ടുവന്നിട്ടുള്ളത്. ഹെഡ്ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമ്മിനും ബ്രൈറ്റിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെക്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഒരേ ബൾബിൽ തന്നെയാണ് ഡിമ്മും ബ്രൈറ്റും വന്നിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് തന്നെയാണ് കേട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തുനിന്ന്. എനിക്ക് ആ ഒരു ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നെഗറ്റീവും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. മഴക്കാലത്ത് ചെറിയ തരത്തിൽ ഫോഗ് കാരണം പോലെ ഫീൽ ചെയ്തു. അത് ഈ ഒരു മോഡലിൽ പരിഹരിച്ചിട്ടുണ്ടാവുന്നതാണ് ഞാൻ നെറ്റിലൊക്കെ വായിച്ചപ്പോൾ കണ്ടത്. ഫ്രണ്ടിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് വേറെ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യില്ലെങ്കിലും ഈ ഒരു വൈസറിൻ്റെ ഭാഗത്ത് ചെറിയ തരത്തിലുള്ള അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബോഡി പാനലിൽ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വൈസറിൻ്റെ ഭാഗത്തുനിന്ന് ഇനി കുറവായിരിക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴും ടൈലാമ്പിൻ്റെ ഭാഗത്തൊന്നും വേറെ അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ടൈലാമ്പിൻ്റെ ഭാഗത്ത് വേറെ അപ്ഡേഷൻസ് കൊണ്ടുവരണ്ട. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയോടും ഒരു സ്റ്റാൻഡേർഡ് ലുക്കോടും കൂടിയിട്ടുള്ള LED ടൈലാംസ് ആണ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. പിന്നെ പഴയതുപോലെ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തിൽ വേറെ അപ്ഡേഷൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി സീറ്റിൻ്റെ ഭാഗത്തും വേറെ അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയുടെ റൈഡിംഗ് പൊസിഷനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ആ ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയിൽ എന്തായാലും പറയാം. പിന്നെ ടാങ്കിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്തും വേറെ മാറ്റങ്ങളൊന്നുമില്ല. 11 ലിറ്റർ തന്നെയാണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി മൈലേജിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഫ്യൂൽ ഇഞ്ചക്ഷനോട് കൂടി പറഞ്ഞാൽ ഈ ഒരു മോഡലിൽ 33 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറയുന്നത്. BS6 എഡിഷനിൽ ഏകദേശം 15% വർദ്ധിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവർ വണ്ടിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് GTT നമ്മൾ ആ ഒരു 204 വീൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്നോളജിയും ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സിറ്റിയിൽ കൊണ്ടുപോകുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു GTT എന്ന് പറയുന്നത്. അപ്പോൾ RR310 ആ ഒരു അപ്ഡേഷൻ നല്ല തരത്തിൽ തന്നെ മൈലേജിനെ ബാധിക്കും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് സിറ്റിയിലൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും പഴയതിനാളും കൂടുതലും മൈലേജ് ഇനി വണ്ടിക്ക് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് വണ്ടിയുടെ മീറ്ററിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടാണെന്നറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് മീറ്ററിൻ്റെ ആ ഒരു ഭാഗം നോക്കാം. മീറ്ററിൻ്റെ ആ ഒരു ഭാഗം ടോട്ടലായിട്ട് തന്നെ ചേഞ്ച് ആയിട്ട് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ പാനലാണ് ഇപ്പോൾ ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. പഴയ മോഡൽ പോലെ തന്നെ നമുക്ക് തല തിരിഞ്ഞിട്ടുള്ള മീറ്റർ തന്നെയാണ്. ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് തോന്നിയില്ല ഇതെന്താ മൊബൈൽ ഫിറ്റ് ചെയ്തേക്കണാണോ, അത്തരത്തിലുള്ള ഒരു പുതിയൊരു മീറ്ററാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും നേരിട്ട് കാണുന്ന സമയത്ത് ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങളുടെ എന്തായാലും മാറും. നല്ല അടിപൊളി ലുക്കാണ് ഈ ഒരു മീറ്ററിൻ്റെ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഓപ്ഷൻസും ഒരു രക്ഷയില്ല. TVS 204 വീലുണ്ടാകുന്ന ആ ഒരു സ്മാർട്ട് എക്സ് കണക്ട് മുതൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് അവർ മീറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മീറ്ററിൻ്റെ ഓപ്ഷൻസിനെ കുറിച്ചിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാനൊരു സുഖം ഉണ്ടാവില്ല. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പീഡ് കാണിക്കുക. ഇവിടെ RPM മീറ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഫ്യൂൽ ഗേജ് കാണിക്കുക, ഇവിടെയാണ് ഹീറ്റ് കാണിക്കുക. പിന്നെ ഈ മുകളിലായിട്ടാണ് ടൈം വരുന്നത്. പിന്നെ ഇവിടെ കൂൾ ആൻഡ് ടെമ്പറേച്ചർ, ഓഡോമീറ്റർ, ടോപ്പ് സ്പീഡ്, ഫ്യൂൽ റേഞ്ച് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഇവിടെയാണ് സൈഡ് സ്റ്റാൻഡ് വരുന്നത്. അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള സ്ക്രീനിൽ തന്നെ നമുക്ക് വേണ്ട ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ
ഓപ്ഷൻസിലേക്ക് പോയി കഴിയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് റൈഡ് മോഡാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാം. പിന്നെ ട്രിപ്പ് ഡീറ്റെയിൽസ്, മൈ വെഹിക്കിൾ, പ്രിഫറൻസസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇതിന് മുമ്പ് നമ്മുടെ ഡ്യൂക്ക് 390 ഇത്തരത്തിലുള്ള ഒരു മീറ്റർ 3.5 ലക്ഷം രൂപയുടെ താഴെ വരുന്ന വണ്ടികളിൽ ഞാൻ കണ്ടേക്കുന്നത്. അടിപൊളി മീറ്റർ തന്നെയാണ്. പക്ഷേ ഇതൊന്നും കൂടി ഇപ്പുറത്തേക്ക് ആക്കിയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇത് ചെറിയ തരത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയ പോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ഒരു ഡൗട്ട് തോന്നി. ഇതെന്താ മൊബൈൽ ടാബാ 5 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമായി. അത് ഈ ഒരു ലുക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ തരത്തിലൊരു ബോർ പോലെ ഫീൽ ചെയ്തു. പക്ഷേ നല്ലൊരു മാറ്റം തന്നെയാണ് മീറ്ററിൻ്റെ ഭാഗത്ത് TVS BS6 എഡീഷനിൽ കൊണ്ടുവന്നേക്കുന്നത്. ഇനി നമുക്ക് സ്വിച്ച് ഹോളിൻ്റെ ഭാഗം എടുത്ത് നോക്കാം. സ്വിച്ച് ഹോളിൻ്റെ ഭാഗം എടുത്ത് നോക്കുന്ന സമയത്ത് ആ ഒരു ഭാഗം മൊത്തമായിട്ട് തന്നെ മാറി എന്ന് പറയാം. ഒരു ഭാഗം കാണാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയ പോലെ തന്നെ കിൽ സ്വിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി കിൽ സ്വിച്ചും സെൽഫും ഒരുമിച്ചിട്ടായിരിക്കും വരാം. അതായത് എൻജിൻ ഓൺ ഓഫ് ഈ ഒരു സ്വിച്ചിൽ തന്നെയാണ്. സെൽഫ് സ്റ്റാർട്ടും ഇതിൽ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഫെദർ ടച്ച് സെൽഫ് സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവും. സൗണ്ടിൻ്റെ കാര്യത്തിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല ഗൈസ്. പക്ഷേ ത്രോട്ട് കൊടുക്കുന്ന സമയത്ത് വൈബ്രേഷൻസ് നല്ലപോലെ കുറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെ റൈഡ് ബൈ വയർ ടെക്നോളജി ആണ് കേട്ടോ. ഇനി ആക്സിലേറ്റർ കേബിളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 390 ഉണ്ടായിരുന്ന അതേപോലത്തെ ഒരു സെൻസറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു മോഡലിലും വരുന്നത്. പക്ക സ്മൂത്ത് ആയിട്ടുണ്ട്. പണ്ടത്തെ ആക്സിലേറ്റർ എന്ന് വെച്ചാൽ ഒന്ന് കൂട്ടുമ്പോൾ ചെറിയൊരു ടൈറ്റ് പോലെയൊക്കെ ഫീൽ ചെയ്യും. ഇത് പക്ക സ്മൂത്താണ് ഗൈസ്. അതും BS6 എഡീഷനിൽ വന്നിട്ടുള്ള വേറൊരു അപ്ഡേഷനാണ്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് പാസും ഡിമ്മും ബ്രൈറ്റൊക്കെ ഒരൊറ്റ സ്വിച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് മുകളിലേക്ക് ബ്രൈറ്റ്, പിന്നെ ഡിമ്മ്, അതിനെ തൊട്ട് താഴേക്ക് പാസ്. അപ്പോൾ ആ 3 കാര്യങ്ങളും ഇനി ഈ ഒരു സ്വിച്ചിലായിരിക്കും. മീറ്ററിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഹസാർഡ് സ്വിച്ച് ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഹസാർഡിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ മെനുവിലത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺസാണ്. ഡെഡിക്കേഷൻ കീസാണ് ഈ കാണുന്നത്. ഇതിന് തൊട്ട് താഴെയായിട്ടാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. അതിനും താഴെ ഹോൺ. നല്ല ഡബിൾ ഹോണാണ് കേട്ടോ. വല്ലാത്ത നല്ല ഭയങ്കരമായിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ് ഹോണിൻ്റെ ഭാഗത്തുനിന്ന്. സൗണ്ടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നമുക്ക് സൗണ്ടും കൂടെ കേൾക്കാം. ഇത്തിരി ബാസ് കൂടിയിട്ടുണ്ട്. കാറ്റലറ്റിക് കൺവെർട്ടറിൻ്റെ ഒരു ഭാഗം കാണാനില്ല നോക്കിയിട്ട്. പക്ഷെ പഴയതിൻ്റെ അത്ര ബോറ് ഫീൽ ചെയ്യണില്ല കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു സൗണ്ടായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യണത്. പഴയതെന്ന് വെച്ചാൽ ഒരു ടാപ്പറ്റ് അടിക്കണ പോലത്തെ സൗണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ കുറഞ്ഞിട്ട് ഒരു ഡ്യൂക്ക് 390 ഒക്കെ നല്ലപോലെ ത്രോട്ട് കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് വരില്ലേ, അതേപോലത്തെ ഒരു സൗണ്ടാണ്. പക്ഷെ ഓടിക്കുന്ന സമയത്താണ് വൈബ്രേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. പഴയതുപോലെ തന്നെ സ്പ്ലിച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇനി വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് വീലിൻ്റെ ഭാഗത്താണ്. ഇനി മുതൽ BS6 എഡീഷനിൽ മെച്ചിലിൻ്റെ തരത്തിലുള്ള ടയേഴ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഇതിൻ്റെ BS4 എഡീഷനിൽ ഒരു 9000 കിലോമീറ്റർ ഒക്കെ കഴിയുന്ന സമയത്ത് ആ ഒരു ടയറിൻ്റെ ഒരു സൈഡ് ചെത്തിപ്പോണ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ടയറിൻ്റെ ഭാഗത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു നെഗറ്റീവ് വശമാണ്. ഈ മെച്ചിലിൻ്റെ അത്തരത്തിലുള്ള ടയറുകളുടെ ഒരു സൈഡ് മാത്രമായിട്ട് ചെത്തിപ്പോണ ഒരു അവസ്ഥ. ഇനി ആ ഒരു പ്രശ്നം ഈ ഒരു മോഡലിൽ ഉണ്ടായിരിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം. ടയർ സൈസിലൊന്നും വേറെ മാറ്റങ്ങളൊന്നുമില്ല. ബാക്കിൽ നമുക്ക് 150/60 ഫ്രണ്ടിൽ 110/70 തന്നെയാണ് ടയർ സൈസ് വന്നിട്ടുള്ളത്. ബ്രേക്കിങ്ങിന്റെ ഭാഗത്ത് വേറെ അപ്ഡേഷൻസ് ഒന്നും ഇല്ല എന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാം. നിലവിൽ ഡ്യുവൽ ചാനൽ ABS-ഓട് കൂടിയിട്ട് ഡ്യുവൽ ഡിസ്ക് ബ്രേക്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഗിയറിന്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളുണ്ടോന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു മോഡലിലും നമുക്ക് സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ക സ്മൂത്താണ് കേട്ടോ ക്ലച്ചൊക്കെ. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് പിടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യണില്ല. സസ്പെൻഷന്റെ ഭാഗത്തും വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ USD4ക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോഷോക്കും കാര്യങ്ങളൊക്കെയാണ്. വണ്ടിയുടെ ലുക്കിലോ ഡിസൈനിലോ വേറെ മാറ്റങ്ങളൊന്നുമില്ല. പഴയതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സ്പോർട്ടി ലുക്കോട് കൂടിയിട്ട് തന്നെയാണ് BS6 എഡീഷനും വന്നിട്ടുള്ളത്. ആ ഒരു വൈസറിന്റെ ഭാഗത്തുള്ള ഒരു മാറ്റം മാത്രമാണ് ശരിക്കും ലുക്കിന്റെ കാര്യത്തിൽ തോന്നിക്കുള്ളൂ. പിന്നെ ടയറും വേറെ ലുക്കും കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ. ഇനി വന്നിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് പറയുന്നത് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസിലാണ്. ഇപ്പോൾ പഴയ BS4 എഡീഷന്റെ വില എന്ന് പറയുന്നത് 2,72,200 ആയിരുന്നു. അപ്പോൾ അത് 3,03,000 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 30,000 രൂപയുടെ വർധനമാണ് ഇപ്പോൾ BS6 എഡീഷനിൽ വന്നിട്ടുള്ളത്. വിലയിൽ വന്നിട്ടുള്ള ഈ ഒരു വർധനവ് അത്ര വലിയ ഒരു വർധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മറ്റുള്ള ബ്രാൻഡുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു വിലയ്ക്കുള്ള സാധനങ്ങൾ ഈ ഒരു മോഡലിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതായത് ഇനി മുതൽ നമുക്ക് റൈഡ് ബൈ വയർ ടെക്നോളജി ആയിരിക്കും. പിന്നെ TFT ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് സ്മാർട്ട് ടെക്സ് കണക്ട് വന്നിട്ടുണ്ട്. പിന്നെ 4 റൈഡിംഗ് മോഡുകൾ വന്നിട്ടുണ്ട്. ടയറിന്റെ ഭാഗത്തും അപ്ഡേഷൻസ് ഉണ്ട്. പോരാത്തതിന് പുതിയൊരു കളർ സ്കീമും കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് അത്ര വലിയ വർധനവ് പോലെ ഫീൽ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത്ര അപ്ഡേഷൻസ് ആണ് നമ്മുടെ BS6 എഡീഷൻ RR310 വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ചെറുതായി പോയി എന്നറിയാം. എന്നാച്ചാലും ഓടിക്കാനായിട്ട് മുമ്പ് ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്ത് എത്തിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യണത്. ഇനി ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രമാണ് വണ്ടിയുടെ
പെർഫോമൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 2-3 ദിവസത്തിനുള്ളിൽ എന്തായാലും ഞാനത് പോസ്റ്റ് ചെയ്യണമാണ്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് TVS നമ്മുടെ RR 310 കൊണ്ടുവന്നിട്ടുണ്ട്. വ്യാഴാഴ്ച ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് കിട്ടും. അപ്പോൾ അത് ഓടിച്ച് നോക്കിയതിന് ശേഷം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി.